ഇപ്പോൾ നമ്മൾ നെഞ്ചരിച്ചിലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നെഞ്ചരിച്ചിലിൻ്റെ പലതരം മാനിഫെസ്റ്റേഷൻസിൽ ഒന്നാണ് ചിലപ്പം നമുക്ക് തികട്ടി വരും. അതും ശരിക്കും അത് ഈ ഈസോഫേഗസിൽ കൂടെ ഓൾ ദ വേ മുകളിൽ വരുന്നതാണ്. അങ്ങനെ അതും പലപ്പോഴും ഈ മസാല ഭക്ഷണം എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം. മസാല ഭക്ഷണം, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ അനാരോഗ്യകരമായ ശീലങ്ങൾ പലപ്പോഴും ഇങ്ങനെ നെഞ്ചരിച്ചിലിനും അതുപോലെ പല രോഗങ്ങൾക്കും വഴിവെക്കാറുണ്ട്. പിന്നെ നെഞ്ചരിച്ചിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മൾ ആദ്യമേ തുടങ്ങിയ പ്രോഗ്രാമിന്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഒരു പ്രായം കഴിയുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക. ഒരു പ്രായം കഴിയുമ്പോൾ, ഒരു 40 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, കൃത്യമായ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുക, ഇത്തരം കാര്യങ്ങളും ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം അല്ലേ? അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മരണകർമ്മത്തെക്കുറിച്ചും മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചിരുന്നത്. പിന്നെ തുടർന്ന് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ബലികർമ്മങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് ബലികർമ്മങ്ങൾ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ബലികർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും നമ്മളോട് പറയാറുണ്ട്, നമ്മുടെ പ്രോഗ്രാം കണ്ടപ്പോഴാണ് അവർക്ക് ഈ ആണ്ടുബലി ശ്രാദ്ധം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. ഇത്രയും കാലം അവർ ധരിച്ചിരുന്നത് ശിവരാത്രി ബലി അല്ലെങ്കിൽ കർക്കിടക മാസത്തിലെ ബലി അല്ലെങ്കിൽ തുലാം ബലിയാണ് ഏറ്റവും പ്രാധാന്യമെന്നാണ് ധരിച്ചിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ പലതും പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ പൂർവികത്തിലുണ്ടായിരുന്ന പല വസ്തുതകളും ഇടക്കാലത്ത് വെച്ചതെല്ലാം കൈമോശം വന്നുപോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു ബലികർമ്മം എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 16 രാത്രി കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ഒരു ബലിയൊന്നുമില്ല. 41 ദിവസത്തേക്ക് 41ൻ്റെ ഒരു ചടങ്ങൊക്കെ ഇപ്പോൾ പല സമൂഹങ്ങളിലെ സമുദായങ്ങളിലൊക്കെ നടത്തി വരുന്നുണ്ട്. ഈ 41 എന്നൊരു സമ്പ്രദായം നമ്മളുടെ ഹൈന്ദവത്തിലില്ല. അതെല്ലാം ക്രിസ്തീയ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ്. നമുക്ക് 41 മരിച്ച ആൾക്ക് 41ആയിട്ട് പ്രത്യേകിച്ചൊരു ബന്ധമില്ല. 16 രാത്രി കഴിഞ്ഞാൽ ഈ ദേഹം വിട്ട് പോയി കഴിഞ്ഞു. പിന്നെ അടുത്ത ബലി വരുന്നത് ആണ്ടിനാണ്. പിന്നീടുള്ളതെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ആണ്ട് മുതലാണ് ആ പിതൃവുമായിട്ട് നമുക്കുള്ള ബന്ധം വരുന്നത്. അപ്പോൾ ആണ്ടുബലി ശ്രാദ്ധമാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇത് തന്നെ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഒരു ഇഴവ സമുദായാംഗം നോക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുണ്ട്, അതിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ആണ്ടിന് ബലിയൊക്കെ ഇടാറുണ്ടോ, പിതൃക്കൾക്ക് ബലിയൊക്കെ ഇടാറുണ്ടോ എന്ന് പറഞ്ഞു. ഇല്ല, ബലി ഇടാറില്ല. അതെന്താണെന്ന് ചോദിച്ചു. അതറിഞ്ഞൂടാ. അതെന്താ അറിയാൻ, ഇത്രയും പ്രായമൊക്കെ 19-25 വയസ്സുണ്ട്, അപ്പോൾ എന്താണെന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ആരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നായർ സമുദായക്കാരാണ് ഇങ്ങനെ ഈ ശ്രാദ്ധമൊക്കെ നടത്തുന്നത് കണ്ടിട്ടുള്ളത്, അല്ലാതെ ഞങ്ങളിതൊന്നും ചെയ്ത് ശീലമില്ല. അപ്പോഴും കണ്ടിട്ടുണ്ട്, പിന്നെന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചിലർ ധരിച്ച് വച്ചിരിക്കുന്ന ഒരു സംഭവമാണിത്. അതായത് ഉയർന്ന കുലങ്ങളിലുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മനസ്സിലാക്കുക, ഈ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉയർച്ച ഉണ്ടാവും ജീവിതത്തിൽ, ചെയ്യാത്തവർക്ക് അതിൻ്റെ താഴ്ച ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും നല്ലൊരു കാര്യങ്ങൾ കിട്ടുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ അയൽവക്കത്ത് ചെയ്യുമ്പോൾ ഇന്നാൾ ചെയ്യുമ്പോൾ അത് എന്താണെന്ന് കൂടി ഒന്ന് ഏതെങ്കിലും രാജാവിനെ കണ്ട് അന്വേഷിച്ചിരിക്കാം. അപ്പോൾ അറിവ് കണ്ടെങ്കിലും അതിനെ നിഷിച്ച് കളയാതെ കിട്ടുന്ന അറിവ് ഗുണമായിട്ട് തന്നെ കണക്ക് കൂട്ടണം. അപ്പോൾ ഇതെന്താ സംഭവിക്കുക, അതേപോലെ ഇതിൻ്റെ ഒരു കാരണം പറയാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ പലരും നമുക്ക് കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി കാലതാമസം ഉള്ളതുകൊണ്ട് നമ്മളുടെ വീടിൻ്റെ അയൽവക്കങ്ങളിലുള്ളവരെ കൊണ്ടൊക്കെ റെക്കമെൻഡ് ചെയ്യിച്ചൊക്കെ ഇപ്പോൾ കൺസൾട്ടേഷൻ വരും, നമ്മളുടെ വീടിൻ്റെ അയൽവക്കത്തുള്ളവർ. കാരണം ഇപ്പോൾ അയൽവക്കാർ വന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് വരാനുണ്ട്, അപ്പോൾ ഒന്ന് ടൈം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അയൽവക്കമാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ അകലങ്ങളിലുള്ളവർ നമ്മളിലേക്ക് വരുമ്പോൾ ഈ അയൽവക്കക്കാർക്ക് ബോധം എന്ന് പറഞ്ഞ സാധനമില്ല എപ്പോഴും. കാരണം അകലങ്ങളിൽ നിന്നുള്ളവർ ഇവരുടെ സഹായം തേടി നമ്മളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഈ അയൽവക്കത്ത് കിടക്കുന്നവന് ഈ സംഭവം ഇവിടെ എന്തെങ്കിലും ഇത്ര ആൾക്കാരൊക്കെ വരണത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാരണം ഒന്ന് അന്വേഷിക്കുക, അതിലേക്ക് വരില്ല. അപ്പോൾ അവിടെ നശിച്ചു കിടക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾ ബാധിക്കില്ല എന്ന് തന്നെ പലരും ധരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, എൻ്റെ അയൽവക്കത്തുള്ള ഒരു വീട്ടിൽ പൂജയൊക്കെ നടത്തി അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് അവരുടെ 2 ചേട്ടന്മാരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇവിടെ ചെന്നിട്ട് കാര്യമൊക്കെ ഒന്ന് നോക്കാം, അതിനുള്ള പരിഹാരമൊക്കെ ചെയ്തു തരും, അപ്പോൾ അതൊന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിന് വേറെ തടസ്സമില്ല, പ്രശ്നമില്ല എന്ന്. അപ്പോൾ ഈ അനുജൻ എന്തുകൊണ്ടായിരിക്കും ചേട്ടന്മാരോട് അങ്ങനെ പറയാൻ കാരണം? ചേട്ടന്മാർക്ക് പ്രശ്നമുണ്ടെന്ന് അനിയന് തോന്നുന്നതുകൊണ്ടാണ് അനിയൻ പറഞ്ഞു, പക്ഷെ ചേട്ടന്മാർക്ക് തോന്നണില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുക. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവരറിയുന്നില്ല അവരുടെ ജീവിതം എവിടെ നിൽക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നുണ്ട്, നമ്മളുടെ വയസ്സിനനുസരിച്ചുള്ള ജീവിത വിജയം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും തടസ്സമുണ്ട്. നമുക്കും ഓരോ മനുഷ്യനും ആയുസ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 50 വയസ്സ് 60 വയസ്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട്
അരിക്ക് ഗതിയില്ല എന്ന് പറഞ്ഞാൽ അരിക്ക് ഗതി ഉണ്ടാവില്ല. കാരണം കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കണേക്കാളും നല്ലത് പോകുന്ന വഴികളിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ച്, നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ലൊരു ജോലി കിട്ടുന്നില്ല എങ്കിൽ, അതേപോലെ നമ്മളെത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ടും അതിൻ്റെ ഉയർച്ച വരുന്നില്ല, കടവും കടത്തിൻ്റെ കൂടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. ഈ കാരണം കണ്ടെത്തി നമ്മൾ റിവേഴ്സ് ചെയ്യണം. അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് തന്നെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിനി കടമില്ലാതെ ജീവിച്ചാൽ മതി, ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു എത്ര രൂപയാണ് കടം എന്ന് ചോദിച്ചു. ആൾ ഉടനെ പറഞ്ഞു 30 കോടിയാണ് കടം. അപ്പോൾ ആ 30 കോടി എത്തിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് കടത്തിൽ ജീവിക്കുന്നതും കടമില്ലാണ്ട് ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം. അപ്പോൾ അതൊന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും കാലമായിട്ട് നിങ്ങളിത് 62 വയസ്സൊക്കെ ഉണ്ട്, നിങ്ങൾ അന്വേഷിക്കാമെന്ന് ചോദിച്ചു. പറഞ്ഞാൽ അറിയില്ലായിരുന്നു പറഞ്ഞു. ഇതിനേക്കാൾ ഏറ്റവും വിചിത്രമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ 3 മാസത്തോളമായിട്ട് നമ്മുടെ പ്രോഗ്രാം സ്ഥിരം കണ്ടുകൊണ്ടിരുന്നിട്ട് ഭാര്യ കരുതിയത് ഏതോ ഡോക്ടറുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്, അല്ലാതെ ജ്യോതിഷമാണെന്ന് തോന്നിയില്ല എന്ന്. ഇതേപോലെ തന്നെ പലരും നമ്മൾ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ജാതകം പരിശോധിക്കുമോ, ജാതകം നോക്കുക, പ്രശ്നം നോക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രശ്നവും ജാതകവും ഈ പൂജാതി കർമ്മം ഇതെല്ലാം പറയുന്നത് അപ്പോൾ ഇത്ര കണ്ട് ഒരു ഗ്രാഹ്യമില്ലാതെയാണ് ഈ ജനം ജീവിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം വിളിച്ചിട്ട് ചോദിക്കുന്നത് ജാതകം പരിശോധിക്കുമോ, അല്ലെങ്കിൽ പ്രശ്നം ചിന്തിക്കുമോ, അല്ലെങ്കിൽ ദേവപ്രശ്നം വയ്ക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം എന്ന് പറയുമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അത്രയും അപ്പോൾ നമ്മൾ കരുതേ നമുക്കൊരു തമാശയായിട്ട് തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ ജനം ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത്. അവർ ചാനൽ വയ്ക്കുന്നു, എന്തൊക്കെയോ ഒരാൾ വന്നിരുന്ന് പറയുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു. അല്ലാതെ കണ്ട് ഇത് ജ്യോതിഷം നമ്മൾ തുടങ്ങുന്നത് തന്നെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ അല്ലെങ്കിൽ ജ്യോതിഷ വിഷയങ്ങൾക്ക് സംശയം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും നമ്മളോട് വിളിച്ചു ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ 3 മാസമായി അടുപ്പിച്ച് അവർ ഈ പ്രോഗ്രാം കണ്ടിട്ട് പോലും അവർക്കിത് ജ്യോതിഷമാണെന്ന് തോന്നിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയോ പേര് ഇതേപോലെ ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളോട് നമുക്ക് സഹതാപം തന്നെ തോന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അനുജൻ പൂജയൊക്കെ കഴിഞ്ഞ് പോയിട്ട് ചേട്ടനോട് എന്ന് പറയുന്നു നിങ്ങളവിടെ നിന്ന് പോയി നോക്കുക അതിൻ്റെ പരിഹാരം ചെയ്യുന്ന പറയുമ്പോൾ ചേട്ടൻ പറയുന്നു ഞങ്ങൾക്ക് അതിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ അനുജന് മനസ്സിലായില്ലോ ചേട്ടൻ്റെയൊക്കെ ജീവിതം ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, ഉരുണ്ട് വരണ്ട് എന്നും കലഹമൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ അതിനൊരു മോക്ഷം കിട്ടട്ടെ എന്ന് എഴുതിയിട്ട് തന്നെയാണ് ഈ അനുജൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഒരു തൊഴിൽ നടത്തി നമ്മളിപ്പോൾ ഒരു 30 കോടി അല്ലെങ്കിൽ 10 കോടി അല്ലെങ്കിൽ 15 കോടി കടത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കൈപ്പിടിയിൽ ഇതൊന്നും നിൽക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തോ ഒരു സംഭവം, ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. അതിനെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മളുടെ ജീവിതം നമ്മൾ തിരിക്കുന്ന വഴിയിലേക്ക് തിരിയുക. അങ്ങനെ തിരിച്ചാൽ മാത്രമേ നമുക്ക് തിരിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ അടുത്ത് പല വിദേശ മലയാളികളും അവിടുത്തെ സംഘടനകളൊക്കെ നമ്മൾ മുമ്പ് പല എപ്പിസോഡിലും പറഞ്ഞു നമുക്ക് മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാമൊക്കെ സന്ദർശിക്കാനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൺസൾട്ടേഷൻ എടുക്കാം, പരിഹാരത്തിനൊക്കെ തയ്യാറാവാം. അതേപോലെ ഏത് നാട്ടിലുള്ള മലയാളികൾ നമ്മൾ വിളിച്ചാലും ആ സംഘടനകൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയി തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വിദേശങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് നമ്മുടെ നാടിനെ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന പോലെ നമ്മളുടെ ജീവിതവും സേഫ്റ്റി ആക്കാൻ നോക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ അടുത്ത ദിവസം ഒരു കൺസൾട്ടേഷൻ വന്നൊരാൾ പറഞ്ഞത് അദ്ദേഹത്തിന് വിദേശത്ത് ഒരു മാസം 9 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ നിലവിൽ മുമ്പ് പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ ആ പെൻഷൻ വെച്ചിട്ട്, കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് 20,000 പെൻഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ അങ്ങേരെ സംബന്ധിച്ച് അത് തുച്ഛമായ ഒരു വരുമാനമാണ്. കാരണം നമുക്ക് സാധാരണക്കാരന് അതൊരു ചിരിയായിട്ട് തോന്നാം. കാരണം ഒരു കുടുംബത്തിൽ 10,000 കിട്ടിയാൽ പോലും സുഖമായിട്ട് ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ആ സ്ഥലത്താണ് ഒരാൾക്ക് 20,000 കിട്ടിയിട്ട് അയാൾക്ക് ജീവിതം എത്തണില്ല എന്ന് അങ്ങേര് പറഞ്ഞു എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ കരുതുന്നത് ഇയാൾക്ക് ഭ്രാന്താന്ന് തോന്നും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മുമ്പ് 9 ലക്ഷം രൂപ സാലറിയിലിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത്രയും സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ 9 ലക്ഷത്തിൽ നിന്ന് 20,000 വന്നപ്പോൾ ഉള്ളൊരു വിഷമം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ വരുമ്പോൾ നമ്മുടെ കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ സമൂഹവും ബന്ധുജനങ്ങളും ഭാര്യയും മക്കൾ പോലും ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ജീവിതം വഴി മാറുന്നത്, ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ പിന്നാലെ വരുന്നതും, അതേപോലെ പിതൃക്കൾക്ക് ബലിയിടാതെ പോകുന്നതിൻ്റെ, അതേപോലെ ധർമ്മദേവത പ്രീതി ഇല്ലാതെ പോകുന്നതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയണം. നമുക്ക് കിട്ടിയിരിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകതയുണ്ട്. മലയാളികൾ പെട്ടെന്നും എന്തിനേയും അംഗീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതേപോലെ എന്തിനും പ്രതിഷേധിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ പല വിദേശ മലയാളികളും വരുമ്പോൾ പറയുന്നത് കേരളത്തിൽ ജീവിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം എന്താ, ഇവിടെ എല്ലാത്തിനോടും പ്രതികരിച്ച് ഇവിടെ ഹർത്താൽ സമരം ഇല്ലാത്തൊരു ദിവസമില്ല. ഒരു ചെറിയ വിഷയം കിട്ടിയാൽ പോലും ഉടനെ അത് ഹർത്താലും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകും. അതിൻ്റെ കാരണം മലയാളിക്ക് ഒരു മടി കൂടിയുണ്ട്. കാരണം ഒരു മാസം അടുപ്പിച്ച് ജോലിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് പെട്ടെന്നൊരു ദിവസം ഹർത്താൽ വരാണെങ്കിൽ വളരെ ഹാപ്പിയായി. കാരണം അത് ആഘോഷിക്കുകയാണ്, ഹർത്താൽ ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇത് തന്നെ പുറത്തൊക്കെ പോയി നിൽക്കുന്ന പല
മലയാളികളും പറയുന്നത് അവിടെയൊക്കെ ജീവിതം സുഖമാണ്, ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട, കാരണം ഹർത്താൽ സമരങ്ങളൊന്നും ഭയപ്പെടേണ്ട, എത്ര വലിയ പ്രശ്നം വന്നാലും അതെല്ലാം സർക്കാർ ഇടപെട്ട് തന്നെ അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ ഈ പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടപ്പെട്ടിട്ട് വരുന്ന ആ ഒരു നഷ്ടം ഇവിടെ സംഭവിക്കാന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഭീമമായ സംഖ്യ നഷ്ടം വരുന്നു. അവരതിനെക്കുറിച്ച് ആലോചിക്കാതെ ഒരു ദിവസമൊക്കെ ഒഴിവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാൻ ഊട്ടി കൊടൈക്കനാലൊക്കെ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ദിവസങ്ങളിൽ വരുന്ന നഷ്ടം പിന്നീട് ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുന്ന മൈനസായിട്ട് മാറുകയും ജപ്തിയെ നേരിടുകയും ചെയ്യണം. അപ്പം അങ്ങനെയുള്ള അത്രയും വലിയ വിപത്തിലേക്ക് ചാടി പോകുമ്പോൾ പോലും ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം പെട്ടെന്ന് കിട്ടുന്ന ഒരു ഹർത്താൽ ഉത്സവമായിട്ട് ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം നഷ്ടപ്പെടുമ്പോൾ അവിടെ വരുന്ന ലക്ഷങ്ങളുടെ നഷ്ടം ഒരാൾ പോലും കണക്ക് കൂട്ടുന്നില്ല. പിന്നീട് ബാങ്ക് ജപ്തി വരുമ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ബോധം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മുടെ വയസ്സ് കടന്നു പോകുന്ന അനുസരിച്ച് തന്നെ നമ്മുടെ ജീവിത സമ്പാദ്യം, നമുക്ക് വയസ്സാം കാലത്ത് നമുക്ക് ജീവിക്കുന്നതിന് ഒരു പെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിക്ഷേപം ഇതെല്ലാം നമ്മുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലി, ആ ജോലിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിനനുസരിച്ചുള്ള കൂലി നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ ലഭിച്ച കൂലി നിലനിർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ പിന്നിൽ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം എടുത്തു തന്നെ കളയണം. അല്ലാതെ ഇതെല്ലാം വെറുതെ ശുദ്ധ അസംബന്ധമാണ്, അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ വയസ്സാം കാലത്ത് കൂടെ വരാൻ ഈ പറഞ്ഞ യുക്തിവാദികളൊന്നും കൂടെ ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളാണ് ചോദ്യങ്ങളായി ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ടെലിഫോണിലൂടെ മറുപടി നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ കത്തുകളായി എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. വീണ്ടും ഒരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഹാർട്ട് ബേൺ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഗാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ് ഡിസീസിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒന്ന് മാറ്റിയാൽ കൂടെ നെഞ്ചരിച്ചിൽ വന്നാൽ മേ ബി നമുക്ക് അതിനെക്കുറിച്ച് മെഡിക്കൽ ചെക്കപ്പ്, അതെ, ഈസോഫേഗസ് എന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ഫിങ്ക്റ്റർ മസിലിൻ്റെ വല്ല പ്രശ്നവുമായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ അപ്പം മാത്രമേ ഒരു ചെക്കപ്പിൻ്റെ ആവശ്യമുള്ളൂ, എൻഡോസ്കോപ്പിയോ അങ്ങനെ വല്ലതിൻ്റെയും ആവശ്യമുള്ളൂ. അല്ലാതെ തന്നെ വളരെ വളരെ ലഘുവായിട്ട് വളരെ മൈൽഡായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് തന്നെ അല്പമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. പിന്നെ നെഞ്ചരിച്ചിൽ വന്നതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടുവൈദ്യം അല്ലെങ്കിൽ പച്ചമരുന്നുകൾ കൊണ്ട് തന്നെ മാറ്റാൻ പെട്ടെന്ന് മാറുന്ന ഒരു രോഗം കൂടി അല്ലെങ്കിൽ ഒരു അവസ്ഥ കൂടിയാണിത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.